നായീൻ നിങ്ങളെ നമുക്ക് അന്ന നായീൻ മൂപ്പരെ ആണോ അതിനെ പറഞ്ഞാച്ചി 2 ലക്ഷം തന്നെ ഉണ്ടാകും ഒക്കെ കൊടുത്തേച്ചൊക്കെ അവള് ഇനിയിപ്പോ ഞങ്ങൾക്കൊന്നും ഉണ്ടാവൂലേ കയറിക്കോ ഞങ്ങൾ പിന്നെ കൊറേ കാലമായിട്ട് ഇങ്ങനെ മാപ്പിളി പെണ്ണുങ്ങളും സ്കൂട്ടിമ്മ പോയിട്ട് അല്ലേ ഔ എല്ലാം എന്തൊന്നും ആയിട്ടില്ല കുട്ടിക്ക് അന്തം വെച്ചേ അൻസിഫിന്റെ കുട്ടിയൊക്കെ അന്തോ ഓനേ എന്ത് കൂട്ടാൻ പാട്ട് കൂട്ടാനല്ലേ നിങ്ങൾ തന്നെ എന്നിട്ട് ഞാൻ ഒഴിച്ചാണ്ട് ഇജ കൊണ്ടേ കൊടുക്ക് അല്ലെങ്കിൽ ഒരു ഉച്ചക്ക് അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞാണ് പോവാണ് കൊറേ കാലങ്ങൾക്ക് ശേഷം പോവാണ് അംഗനവാടിക്ക് പോവാണല്ലേ സത്യം പറഞ്ഞത് നിലത്തേക്ക് അടിയിട്ട് നിലത്ത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലേ ഞാൻ എടുത്ത് വെച്ചിക്കണം നമ്പാൻ പറ്റൂലേ ചില കാപ്പൊടി അവിടുന്ന് അപ്പോൾ മിഞ്ഞാന്നത്തെ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും ഏറ്റവും നല്ല കമൻ്റ് അടിച്ച ആൾക്കുള്ള കമൻറ്റ് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ വന്നിട്ട് എന്ത് ചെയ്യണം മെസ്സേജ് ആക്കണം വീഡിയോ ഇപ്പോൾ എടുത്ത വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ എടുത്ത വീഡിയോ ആണിത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 1:30-2 മണിയാകുന്ന നേരത്താണ് 2:30-3 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുകയാണ് ഗായ്സ് അങ്ങനെ കുഞ്ഞോളിൽ എങ്ങോട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗൈസ് അപ്പോൾ ഇന്നലെ ഇട്ട വ്ളോഗിൻ്റെ ബാക്കിയാണിത് അതായത് ഇന്നലെ രാവിലത്താണ് നമ്മൾ ഇന്നലെ വ്ളോഗ് ഇട്ടത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ അതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇന്ന് ജിബ്രാനും ഈനായും അംഗനവാടിക്ക് പോയിക്കണല്ലോ അപ്പോൾ നമ്മൾ ഓലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് അംഗനവാടിക്ക് പോവാണ് അല്ലേ മറ്റേത് ഇത് പുതിയ അംഗനവാടിയാണ് മറ്റേത് നമ്മളെ അങ്ങാടിയിലെ അങ്ങാടിയിൽ ഓലെ കൊണ്ടുവരാൻ പോയ ചെലവാണ് ഓൽക്ക് പീടിയന്റെ അവിടെ എത്തിയോലെ ഓൽക്ക് നിർത്താ പിന്നെ അവിടെ നിന്ന് ഓല അനങ്ങൂല എന്തേലും വാങ്ങാതെ ഓല് പിന്നെ അവിടെ ഇങ്ങോട്ട് അനങ്ങൂല പോക സമയം കൊറേയായി ഇനിയിപ്പോ അത് കഴിഞ്ഞ് ഇതാകുമ്പോഴത്തേന് ഓല് വന്ന് വരുമ്പോഴത്തേന് ഇബ്രുവും കുട്ടികളും അബ്രും വരും ലേട്ടിഷ ബേബിനെ ഒന്ന് തൂക്കും വേണം കയറുമല്ലോ വെയിറ്റ് നോക്കണം ഒക്കെ പൊടി വാങ്ങണം അബ്രു എന്തൊരു പൊടി അറിയാ പറയാ ഗോതമ്പൊടി ഓനക്ക് ഇഷ്ടാണ് അമൃതം പൊടി ആ ഗോതമ്പൊടി ഇച്ചും തരും ഞങ്ങൾ പിന്നെ കൊറേ കാലമായിട്ട് ഇങ്ങനെ മാപ്പിളി പെണ്ണുങ്ങളും സ്കൂട്ടിമ്മ പോയിട്ട് അല്ലേ അതെന്നും പറയും എല്ലാ പോകുമ്പോഴും കാരണം നമ്മളങ്ങനെ ഗ്യാപ്പ് ഇട്ടാണ് പോണത് കാട്ടായി അത് ഞാൻ ഇതാക്കി തരാം ഇപ്പം അവിടെ അങ്ങനെ ഒട്ടിയാൽ മതി സൈലൻസ് അമ്മ ഒട്ടിയാൽ മതി ഓരോരോ വണ്ടിയും വലി അത് ഭയങ്കര ഉറപ്പാടല്ലോ ഒക്കെ ആയിക്കണ് പോവല്ലേ ടിഷ പോവാ ടിഷക്കും ഇഷ്ടാട്ടോ കുട്ടിയെ പോണത് കാരണം ഇങ്ങനെ പോക്കില്ലല്ലോ സ്കൂട്ടിയിൽ പോക്കില്ലല്ലോ പോവല്ലേ പിടിച്ചോട്ടോ റെഡി ഗൈസ് അപ്പം ഞങ്ങൾ അംഗനവാടിയിൽ പോയി വരട്ടോ കുട്ടികളെയും കൊണ്ടുവരാം ഓക്കെ ഗൈസ് നമ്മുടെ ഈനായയും ജിബ്രാനും അംഗനവാടി വിട്ടു വന്നിരിക്കുകയാണ് രണ്ടാളും കൊണ്ട് നോക്കിക്കാണി എങ്ങനെയുണ്ട് ഇനി ഒന്നും വരൂലേ ഇഷ്ടപ്പെട്ടോ പുതിയ നഴ്സറി രസമുണ്ടോ ഉണ്ടോ അതിനെന്തിനാ നാവ് കിട്ടണ എന്ത് പോവല്ലെന്നാ ഒരാളില്ലെങ്കിൽ ഒരാളുണ്ടാവില്ല ഇനിയൊന്നും വരൂലേ എന്നും വരണം കേട്ടോ പോവാ കുട്ടികളെല്ലാം വീട്ടിലെത്തിയിരിക്കുകയാണ് എടി കുറച്ച് ചിക്കൻ കറി എടുത്താ ചിക്കൻ കറിയാ ഒരു പാത്രത്തില് വല്യമ്മക്ക് ചിക്കൻ പറ്റൂല പറഞ്ഞിനി അപ്പൊ ചിക്കനെ പറ്റുള്ളൂ അപ്പൊ അവിടെ ചിക്കൻ ഇല്ലല്ലോ തറവാട്ടില് വല്യമ്മ വരുന്ന അപ്പൊ കുറച്ച് ചിക്കൻ എടുക്കട്ടെ വേഗം പാൻ കൊടുക്കണ്ട കടിക്ക
ഗൈസ് അപ്പൊ ഞാൻ ചിക്കൻ കറി തറവാട്ട് കൊണ്ടേ കൊടുക്കട്ടെ. അതേപോലെ ഇനായനെ ഞാൻ തറവാട്ട് കാക്കി കൊടുക്കും. പോയിട്ടുണ്ടോ ഇനായ? പോയിട്ടുണ്ടോ? കോട്ട അവിടെ ആയിരുന്നു. എവിടെ? അംഗനവാടിയിലോ? കൊട കൊണ്ടോണോ? കൊണ്ടോയിക്കോ. തീരാത്ത ദുഃഖത്തിൻ്റെ മാറാപ്പുമേറിക്കൊണ്ട് ചിക്കൻ കറി കൊണ്ട് പോയി കൊടുക്കട്ടെ ഞങ്ങള് വല്യമാക്കുകള്. ചിക്കനല്ലാതെ വേറെയൊന്നും പറ്റൂല കേട്ടോ ഗൈസ്. എന്ത് പടുകൂട്ടാനോ? വല്യമാക്ക് അങ്ങനത്തെ ഒന്നും പറ്റാത്തേണ് പടുകൂട്ടാന്. ആ എന്നാ ബാഗൊക്കെ എടുത്താ. അങ്ങനെ ഗ്യാസ് നമ്മൾ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. തറവാട്ടിൽ വേദിലാശുമ്മ നല്ല കോട, നല്ല കോട. ഏതാ പോളെ? തമ്പുരാട്ടിയാണോളേ. രണ്ടക്ഷണം തന്നെ ഉണ്ടാകും. ഒക്കെ കൊടുത്തവള്. ഇനിയിപ്പൊ ഞങ്ങൾക്കൊന്നും ഉണ്ടാവൂലേ? അമ്മ അളിച്ചനാക്കണ കുട്ടി. ഗൈസ് വേദിയിൽ വല്യമ്മ എത്തിയിട്ടുണ്ട്. വല്യമ്മ എത്ര ദിവസമായി കണ്ടിട്ട്? ആ എന്തിനാ വല്യമ്മ നിങ്ങള്? ഞാൻ വരുമോ? നിന്നെ കാണാൻ പൂതിയേക്കണെന്നോ? ഞാനെന്തായാലും വരലില്ലേ? നിങ്ങളവിടെ ഉണ്ടാകലില്ല. നിങ്ങൾ ഇവിടെ ഇക്കാരം എത്ര ദിവസം നിന്നോ? 4 ദിവസം. 4 ദിവസം. ഒന്ന് തല പൊന്തിച്ചു നിങ്ങള്? 4 ദിവസം നിന്നു. പുതിയണ്ണാണല്ലോ നിങ്ങള് അല്ലേ? 4 ദിവസം നിന്നു മകളോടെ. പോരാനൊക്കെ ഔ അല്ല ഒക്കെ ലീവാണ് ഇപ്പേ. 5 ദിവസം ലീവാണ്. കല്യാണമായിട്ടാണ്. ആരാ കല്യാണം? മോലാച്ചിൻ്റെ. എന്നിട്ട് 15 ദിവസം ലീവ് എടുത്തേക്ക്? കല്യാണക്കാരൊക്കെ കല്യായിട്ടാണ്. മോലാച്ചിനെല്ലാം കിട്ടിച്ചത്. ഉപ്പുമാവ് പറ്റുമല്ലോ വല്യമ്മക്ക്? അംഗനവാടിത്തെ പറ്റൂലേ? അംഗനവാടിക്ക് അംഗനവാടിത്തെ ഉപ്പുമാവ് വല്യമ്മക്ക് പറ്റൂലേ? ഇല്ല. എന്തിനായ ഉപ്പുമാവില്ലാഞ്ഞ്? അവിടുന്ന് കഴിച്ചു അല്ലേ? ഓല് രണ്ടാളും അവിടുന്ന് കമ്പനി അടിച്ച് നിക്കും അതെ അല്ലേ? രണ്ടെണ്ണം കിട്ടീനി. അപ്പൊ രണ്ടാൾ തിന്നേക്ക. ഇങ്ങോട്ട് നോക്കി പറയടി. അന്നാരെ കൊണ്ടുവന്നേ? അന്നാരെ കൊണ്ടുവന്നേ? എന്നിട്ട് എന്താ ക്യാമറയ്ക്ക് നോക്കാത്തേ? കിട്ടിയെന്ന് പറഞ്ഞ പൂളെ ചോറും കറിയും കൂട്ടാനും. എന്തേനു കൂട്ടാന്? ചെറുപയറുണ്ടേനോ? ഓളന് കൊഞ്ചീറ്റോള് തന്നെ. മുട്ടൊന്നും കിട്ടിയിട്ടില്ല. എവിടെ? മുട്ടിടും പറഞ്ഞോ? ഒന്നും കണ്ടില്ല. പറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ നോക്കിയിട്ടില്ല ഞാൻ. ശീലവാസാക്കി കൊടുത്തു. ഇത്രയും നേരമായിട്ട് ചോറുന്നിട്ടില്ല. കൂട്ടാൻ അപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അംഗനവാടി രാത്രിക്കൊക്കെയാണ് എഴുതിട്ട് അംഗനവാടി വിട്ടിട്ട് കൊണ്ടുവരാറിന്. ഓനേ എന്ത് കൂട്ടാൻ? പടു കൂട്ടാനല്ലേ? നിങ്ങൾ തന്നെ എന്നാ ഞാൻ തിന്നല്ലേ? എൻ്റെ വീടാത്ത കാലം വെള്ളം ഞാൻ ഇവിടെ നീച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ കൊച്ചേക്കാണോ സേ ഇതൊക്കെ ഇങ്ങനെ കൊച്ചേക്കാണോ തോന്നിച്ചു. എന്നിട്ട് എന്തേ മാക്സിയോ കീറിയോ? മേശയിലെ കോതത്തിൻ്റെ കുറ്റ പൊട്ടി. പൊട്ടീന്നോ? സ്വർണ്ണോ? പിന്നെ അങ്ങനത്തെ എന്നിട്ട് അവിടെ മറ്റേ ഇവിടെ ഉണ്ട്.
ഗായ്സ് ഇതൊക്കെ സ്വർണ്ണം കേട്ടോ 10,000-60,000 റുപ്യന്റെ മുതലാണ് അല്ലേ? സോന് 25 മതങ്ങൾ ആർക്കാ കൊടുക്കണം എത്ര കൊടുക്കണം? ഞാൻ കാതി ഇടും. അല്ലേ നിങ്ങൾ കാതി ഇടാത്തപ്പോൾ ഇല്ല മരിച്ചാലോ ചോദിച്ചേക്കാരേ. ഞാൻ പറഞ്ഞു കാതി ഇടാത്തപ്പോഴും കൊടുക്കൂല. എന്നാലേ ഒന്നും മറിയമ്മമായി കൊടുത്തോണ്ടിട്ടോ. മറിയമ്മമായി പാവാ. പിന്നെ മെസ്സേജിന് അത്രയും വലിയ ടൂൺ വെച്ചാണ്ട് മെസ്സേജ് അല്ലേ ഇത് വേണ്ട, ഒച്ച വേണ്ട. എപ്പോഴും അതിനെ നേരം ഉണ്ടാവും. ചാർജ് കൂല ഫോണില് അങ്ങനെ മാത്രല്ല ഇതിങ്ങനെ അതില് മെസ്സേജിന്റെ ഉണ്ടാവും. അങ്ങനെ തന്നെ അത് പഠിച്ചല്ലേ. ഇതിങ്ങനെ നെക്കിയാണ്ട് ഇത് ആരും ഇത് ജനിച്ചപ്പോ പഠിച്ചോന്നല്ല. ഇത് ഓരോന്നും അങ്ങനെ നെക്കിയാണ്ട് അതിപ്പൊ കാട്ടിയല്ലേ. ഇപ്പൊ എന്നാണ് ശരിയാക്കിയാ മതിയല്ലോ. വലിയമാ ഞാൻ പോയിട്ടോ. എപ്പോഴാ അങ്ങോട്ട് വരാ? വൈകുന്നേരം വരിട്ടോ. ഞാൻ പോകുമ്പോ അതെന്തേ ഇപ്പൊ തന്നെ പോയല്ലേ? വൈകുന്നേരം വരി. ഓക്കെ ഞാൻ പോയിന്നാ. അസ്സലാമു അലൈക്കും. ആ ഓക്കെ അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മുടെ അബ്രു സ്കൂൾ വിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇന്നൊന്ന് പൊട്ടാനുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു പൊട്ടൽ ഇന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടിച്ചേരാ കേട്ടോ. വല്ലാത്ത സാധനമാണല്ലോ ജി അല്ലേ? വേണ്ട ജി കുപ്പിന്റെ വള്ളി പൊട്ടിച്ചിക്കണേ, ബാഗിന്റെ വള്ളി പൊട്ടിച്ചിക്കണേ. ഞാൻ എന്തേലും ഉണ്ട് പൊട്ടിച്ചാൻ ബാക്കി? ഞാനൊരു പൊട്ടിച്ചണം. എബ്രാഹിമേ മുണുങ്ങൂല. ഓരോന്ന് മാറ്റിക്കോട്ടെ, കുളിച്ചോട്ടെ. ചപ്പോത്തിന് ഇജ്ജിങ്ങനെ വിതരണം ചെയ്യാൻ നിക്കണേ. അനക്കും തീരെ കഥല്ലോ അല്ലേ? കയ്യും കൂടി കഴിഞ്ഞിട്ടില്ല ഓന്. കാണാത്തോലും മാതിരി ഞാനെടുത്തൊരൊറ്റക്കാരൻ ഞാൻ ഇട്ടോ. കഞ്ചാനി കണ്ടേ ആ കുറ്റ കിട്ടിക്കോട്ടെ. അല്ലെങ്കിൽ എനിക്ക് തീരെ അന്തല്ല. സോക്സ് ഇട്ടാണ് നിലത്ത് കൂടെ പോയാല് ഇതാവും എനിക്കറിയില്ല. ഓന് സ്നേഹം കൊണ്ട് എടുത്തെടുത്തതല്ലേ? കൊണ്ടൊന്നല്ല, ഓനക്ക് തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പൊ ഓനക്ക് തിന്നണേ ഇപ്പൊ ഓൽക്ക് കൊടുക്കണം നിർബന്ധം. ഞാൻ പറഞ്ഞതാണ് ഇനി ഓല് വരാതെ തിന്നരുത്, ഓൽക്കും വേണമെന്ന് പറഞ്ഞതാണ്. റോസ്റ്റ് പഴം ഇന്നിപ്പച്ചിനോട് പറഞ്ഞപ്പച്ച് കൊണ്ടുവന്ന് തരൂലേ? കൊണ്ടുവന്നല്ലേ കഴിഞ്ഞിക്കണ്. ഞാൻ വെറുതെ ഞാന് തന്നെ തിന്നാൻ കൊണ്ടുവരുന്ന റോബസ്റ്റ് പഴേ വിശക്കുമ്പോ തിന്നാ തടി കൂടൂല. അത് പകുതി എടുത്താ എടുക്ക്, വേഗം എടുക്ക. നിലത്ത് പോയി എടുക്ക. അതിൽ കൂടെ ഇറങ്ങിക്കോ. ഇജി കൂടെ ഇറങ്ങിക്കോ. മിറ്റത്ത് കൂടെ ഇറങ്ങിയാണ്ട് എടുക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് ചാടി അങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചാൻ പറ്റുമെന്ന് നോട്ടെ. ഇതാണ് മാണ്ടെങ്കിൽ മാണ്ടാര ആക്കണേ. അതിൻ്റെ ഉള്ളിലാക്കണേ. എടുക്കേ ആക്കണേ. എന്തിനാ മുറിച്ചേ? ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാ. അല്ല അതിൻ്റെ ഉള്ളിൽ കല്ലടണ്ട് കേട്ടോ. അതൊക്കെ മുണുങ്ങാൻ കിട്ടിയിട്ടാണതേ. മുണുങ്ങാൻ ഇങ്ങനെ മിനിറ്റിന് കൊടുക്കല്ലേ. അപ്പം അങ്ങനെ തന്നെ ഈ കാരം. ഷൂ അല്ല ഷൂ. അപ്പൊ ഗൈസ് നമ്മളെ ടിഷ ബേബി ഉറക്കത്തിന് നീച്ചിക്കണേ. കുഞ്ഞോളാണ് ഇവിടെ എല്ലാവരും അംഗനവാടിക്ക് പോയേക്കാണ്. എൻ്റെ കുട്ടി നോക്കാടിയോ, ചെറുക്കും കുട്ടി നോക്കാടിയോ. എന്താ വർത്താനോ? എന്താ വർത്താനടി? എന്താ വർത്താനോ? ഇപ്പച്ചിന്റെ കുട്ടിന്റെ വർത്താനം ചോദിച്ചാൻ പാടില്ലട്ടാ. ഇമ്മച്ചില്ലവിടെ ഇമ്മച്ചില്ലട്ട അവിടെ. മൂക്കൊക്കെ ആകെ രപ്പയിക്കണ് ഉറങ്ങിയിട്ട്. ഉറങ്ങിക്കോട്ടോ കുറച്ചു നേരം കൂടി.
ആ ആ അങ്ങനെ തന്നെ ഗൈസ് ഞാനും ടിഷാപ്പ് നീച്ചിക്കണം കേട്ടോ. കുഞ്ഞോളെവിടെ? കുഞ്ഞോള് ടിഷുമ കുഞ്ഞോളെവിടെയാണ്? കുഞ്ഞോളെവിടെ? കുഞ്ഞോളെ കുഞ്ഞോൾ ഗൈസ് കുഞ്ഞോളെ കാണാനില്ല. ടിഷുമ കുഞ്ഞോളെവിടെ? കുഞ്ഞോളെ 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 എവിടെയാണ്? കുഞ്ഞോളെവിടെ? എനിക്ക് ഞങ്ങൾ കുഞ്ഞോളെ കാണാനില്ല ഗൈസ. അവിടെ കുഞ്ഞോള് ഗൈസ് ഞങ്ങൾ കുഞ്ഞോളെ കാണാനില്ല. നിങ്ങൾ കണ്ടുക്കണം ഗൈസ്. എവിടെ കുഞ്ഞോളെവിടെ? കുഞ്ഞോളെവിടെ? ടിഷാപ്പുവോ? ടിഷാപ്പുവിന് സങ്കടമായിക്കണുണ്ടോ? കുഞ്ഞോളെ 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 ചിർച്ചോള്. ഞാൻ ഇങ്ങനെ അടങ്ങേറായി അഭിനയിച്ചിട്ട് ചിർച്ച വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ ടിഷ. ടിഷ ബേബിയെ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്നോളിട്ടാ. കുറച്ച് നീങ്ങിയിരിക്ക്. അവിടെ ഇരിക്ക. എവിടെയാണ് എൻ്റെ കുഞ്ഞോള്? അവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഒന്നുമില്ല. ആക്കണേ ഇമ്മച്ചാക്കണ് വരുന്നേ. ഇത്രയും നേരം എന്നെ കാണായിട്ട് കരയല്ല. കുഞ്ഞോളെ കുഞ്ഞോളെ വെച്ചാൽ അടുക്കളയിൽ കൂടെ ഒക്കെ നടന്നേ. അടുക്കളയിൽ കൂടി ഹാളിൽ കൂടി ഒക്കെ പോയിന് ഞാന്. കുഞ്ഞോളെ വിളിച്ചാണ്ടേ ഒക്കെ അവകാശപ്പെട്ട കുട്ടിനെടുത്താ ടീച്ചമ്മ എന്തായി നായൊക്കെ കൊണ്ടാക്കിട്ട്? ഞങ്ങളവിടെ കുറച്ചേരം നിന്നില്ലേ ടീച്ചർ വരാനേ. ഇത് ഫേസ് എടുക്കണം തോന്നുന്നു, പൊടി ഇട്ടണമെന്നുണ്ടെങ്കില്. അപ്പൊ കുറച്ചേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അപ്പൊ ഓളെ പൂതി നമ്മളവിടെ നിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ നിക്കണം കേട്ടോ പറഞ്ഞു. ഓളതേമാതിരി കുറച്ചേരം വിളിച്ചു. ഞങ്ങളാ മെയിൻ റോഡിലേക്ക് കയറോളം നിർത്തിയോ? മെയിൻ റോഡിൽ നിർത്തിയപ്പോ പിന്നെ നിർത്തിയിട്ട് തന്നെയാണോ പോന്നേ? പക്ഷെ അവിടെ നിൽക്കുന്നോറും ഒളിച്ച് ചെയ്യുള്ളൂ. പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞങ്ങള് കൊണ്ടാക്കാൻ പോകലില്ലല്ലോ. അനിയൊക്കെ ആണെങ്കി അവിടെ ആക്കി വേഗം പോരല്ലേ. ഞങ്ങൾ നേഴ്സിന്റെ ഉള്ളിൽ കയറി ടീച്ചർ വരുവോളം അവിടെ നിന്നും കണ്ടേ. അതിപ്പോ പിന്നെ കുറച്ചൊക്കെ ഒന്ന് കരഞ്ഞ് അത് നിർത്തി. അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ ഒന്ന് എന്ത് നോക്കണ ഞാനിപ്പോ എന്താ ചെയ്യണ്ട? ചിരിച്ചണോ നൊലോളിച്ചണോ? നൊലോളിച്ച എന്താവും അവസ്ഥ? എനിക്ക് ചായ വരുമോ? പോയോ? പോയോ? കുട്ടി നൊലോളിച്ചു. ഓ ലോകവാള വരാണ്. ഓൻ അവിടുത്തെ പടി ഒരുക്കാൻ ഇങ്ങോട്ടാണ് വരും. ഞാൻ എന്ത് പൊതുവെ എല്ലാരും ഈ നേരത്തെ പണിയെടുക്കാണ് രാവിലെ. സുമിന്റെ ഭീഷണിയുള്ളത്. സുമി അവിടെ ഭരണാണേ, പെൺഭരണാണേ. പെങ്ങളായതുകൊണ്ട് പറയല്ലേ, ചെറ്റയാണ് അറിയില്ലേ. ടിഷുമാനെ തൂക്കാൻ കൊണ്ട് ചെല്ലാൻ വന്നിക്കണേ. ഇന്നാള് കൊണ്ടുപോയെന്ന് തൂക്കാനും മറന്നല്ലേ? ഹൈറ്റും
അതിന് നിങ്ങൾ വൈകുന്നേരം പോകുമ്പോഴേ ടിച്ചുമാനും കൊണ്ട് പോയാൽ മതി. ഞങ്ങൾ പോയേക്ക് നീച്ചോ ആര് ഇവള് കപ്പിൾ ഡ്രൈവ് വേണ്ട, എൻ്റെ അതിൻ്റെ കൊപ്പല്ലേ കപ്പിൾ ഡ്രൈവേ. എന്ത് ചായക്കുള്ളത് ചായക്ക് ചപ്പാത്തി എന്നാ കൊണ്ടാ ചായ അടിച്ചിട്ട് പോടി, ചായ അടിച്ചിട്ട് പോയിഞ്ചോ. ഞാൻ ചായ അടിച്ചിട്ട് പോവാ. എന്നാ അതോളം കുട്ടീനെ എടുക്കാനാണേ. ഞാൻ ചായ അടിച്ചിട്ട് പോവാ കുട്ടീനെ എടുക്കാൻ. കാക്കു അങ്ങനെ തന്നെ കാട്ടാ. എന്നിട്ട് വീഡിയോ എടുക്കല് കഴിഞ്ഞ കാക്കറിഞ്ഞ് ഇതിനെ പുടിച്ചാറി. അതിന് പാല് ദാഹിച്ചിക്കണോണ്ട് എന്റെ നെഞ്ഞത്ത് നിറേ നേരം ഇങ്ങനെ തപ്പീനി കൈകൊണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ നല്ല ദോശയും ചപ്പാത്തിയും കോഴിമുട്ട ഇന്നത്തെ പ്രാതലാട്ടെ ഗൈസ്. പൈനാപ്പിളിന്റെ ഒരു പീസ് പാടാണല്ലേ. ഞാനത് ഡിസൈൻ കൊടുത്താണ് എഴുതിക്കണിച്ച്. അപ്പൊ ഇവിടെ ഇട്ട മുട്ടയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കളിച്ച് ഇവിടെ എത്തിയതാണ്. മനസ്സിലായി. ഇവിടെ എനിക്ക് വെച്ചീനത് അല്ലേ. സത്യം പറഞ്ഞത് നിലത്തേക്ക് അടിയിട്ട് നിലത്ത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലേ ഞാൻ എടുത്ത് വെച്ചിക്കണം. നമ്പാൻ പറ്റൂലേ. ചില കാപ്പൊടി അവിടുന്ന് ചാടിച്ചിൻ്റെ അടിയിൽ ഒച്ചമ്പുള്ളി ഉണ്ടാക്കണ് അത് വറക്കി കുട്ടി തള്ളയൊക്കെ. പിന്നെ ഇപ്പം എന്തായാലും ഉണ്ടാകുക ഓളത് തിന്നു. അങ്ങനത്തെ റൗണ്ട് രണ്ടിനുള്ള ജിബ്രാനെ മുറിച്ചത് അപ്പൊ അവന്റെ കുട്ടി കൊടുത്തില്ല. മറന്നതാ അതോ വേണ്ടായിട്ടോ മറന്നു. പൈനാപ്പിൾ വേണം പറഞ്ഞതാ. നീച്ച കോലിക്കുന്ന സ്നാക്സിന് മുറിച്ചു കൊടുത്തപ്പോഴേ കട്ട് ചെയ്യണ കണ്ട നീച്ച വന്നിട്ട് കൊടുക്കാറുണ്ടല്ലോ കേട്ടോ. ഞാൻ പാലെടുത്ത് കുട്ടിക്ക്. എടേ മീൻ വന്നിക്കണേ ജോൾ ജോൾ ഉണ്ടായിന. എന്ത് ഇതെത്ര ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞാലും ഇത് കൊണ്ടോ ഡിസ്ക് മുള്ളനാ മത്തി ഉണ്ട്. ഇതേതാണ് സിലോപ്പിയോ കോറീന ഡിസ്ക് മുള്ളനുണ്ടല്ലോ. പിന്നെ അയില്ലേ ഡിസ്ക് മുള്ള എടുക്കാം അല്ലേ. വാങ്ങിയിട്ടൊന്നുമില്ലല്ലോ. പുതിയൊക്കെ എടുക്ക് ഫ്രഷൊക്കെ എടുക്ക്. പിന്നെ ഞാൻ വാങ്ങിയില്ല അയില അതിൻ്റെത് എഴുതാനുണ്ട് കേട്ടോ. അവിടുന്ന് മാമല്ലേ വാങ്ങിപ്പോന്നു. എത്ര ഡിസ്ക് മുള്ള കിലോ? 160 കിലോ. എന്തടാ സ്വർണത്തിനും കൂടി ഇല്ല എത്ര മനസ്സിലായി. ഗൈസ് ഇത് ഞങ്ങളവിടെ ഡിസ്ക് മുള്ളൻ എന്നാണ് ഈ മീനിന് പറയാം. നിങ്ങളവിടെ ഇതിന് സീഡി മുള്ളൻ പറയുന്ന പോലെ ഉണ്ട്, പപ്പട മുള്ളൻ എന്ന് പറയുന്ന പോലെ ഉണ്ട്, ആനച്ചവിട്ടി അറിയുന്ന പോലെ ഉണ്ട്. അപ്പം നിങ്ങളെ നാട്ടിൽ ഇത് എന്താ പറയാന്നില്ല ചോദിച്ചാൽ കമൻറ്റിൽ പറയട്ടോ. പോയോ ആലോചിച്ചൊക്കെ എഴുതണാക്കണം. നായീൻ നിങ്ങളെ നമുക്ക് അന്ന നായീൻ മൂപ്പരെ അതാ ആ നായനെ പറഞ്ഞാച്ചി. ടിഷുമാക്ക് 2 ഡിസ്ക് മുള്ളം പൊരിച്ചു കൊടുത്താ. ഇവളാണെങ്കിൽ ഈ ആലിയ ഭട്ടിൻ്റെ മാതിരില്ല അതായത് കമ്മ്യൂണിറ്റി അടിക്കുന്നേ നഗ്ന പ്രദർശനം നടത്തിയാലാണ്ട്. കുട്ടികളെ ബോഡി കാണിക്കുന്നതിനാണ് പരാതി യൂട്യൂബിന് വലിയ പോലെ അയച്ചിട്ടാലും മീന് വേണ്ടേ ഓക്കാന്ന് വേണ്ട. ചിക്കൻ പൊരിച്ചോ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചോ മതി. തന്തയും തള്ളൻ തിന്നാ മതി. സീഡി മുള്ളനും ആന ചവിട്ടിയൊക്കെ എന്താ
ഞാനാണ് വന്നിക്കണേ ഞാനൊക്കെ പെണ്ണുങ്ങളാ അപ്പളെ ഫുൾ ടൈം പെണ്ണുങ്ങളാ ബാക്കിലേക്ക് നോക്ക അപ്പത്തെ എന്താ കുഞ്ഞോള് എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാക്കണ വർത്താനം പറയണത് അല്ലെങ്കിൽ അല്ലാതെ ടീച്ച ആണോ അത് നമ്മളെ ലോകത്തിന്റെ താത്തോണ്ടെന്ന് അവര് മരം മുറിച്ചപ്പോളേ കറുവത്തോൽക്ക് പറിച്ചാൻ കഴിയുന്നില്ല പോലോ നല്ല ഉയരത്തിലായിട്ട് അതിന് മരം മുറിച്ചാറ് ഇത് പണ്ട് പൊന്മുട്ട ഇടുന്ന താറാവിലേ മുട്ട കുറേ കിട്ടാൻ വേണ്ടി അർത്ഥ മാതിരിയായി പോയി കറുവത്തിട്ടാൻ വേണ്ടി മരം മുറിച്ച ടീമാണ് അത് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാ ഉപ്പിലിടാം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ വട്ടത്തിൽ ഇങ്ങനെ എരിഞ്ഞിട്ട് ഉപ്പിലിട്ടാൽ സുർക്കിയിലിട്ടാൽ കറുമുറ ഇങ്ങനെ ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഫോണും കൊണ്ട് ഇങ്ങനെ എന്തോ ഒരു ഇതുണ്ടോ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ തൊള്ളിയിൽ എന്തെങ്കിലും ഉണ്ടോ തൊള്ള തുറക്കണില്ല ഉണ്ടോ അല്ല മുണ്ടാൻ നിൽക്കാൻ പറ്റൂല അവിടെ ഇവിടെ നടങ്ങിക്കാനും പറ്റൂല എക്സ്പ്രഷനും ഇല്ലാതെ ഇങ്ങനെ നിക്കണേ അപ്പൊ തൊള്ളിയിൽ വരലിടൂല്ലേ കുഞ്ഞോള് ഞാൻ പറഞ്ഞ കേക്കോ എങ്ങനെ ടീച്ചർ തപ്പോട്ടി കാണിച്ചു കൊടുത്ത എല്ലാം എന്തൊന്നും ആയിട്ടില്ല കുട്ടിക്ക് അന്തം വെച്ചേക്ക് അൻസിഫിന്റെ കുട്ടിയൊക്കെ അന്തോ അൻസിഫിന്റെ കുട്ടിക്ക് അന്തം വെച്ചേക്ക് ഇതൊക്കെ മനസ്സിലായാലും തുടങ്ങിയോ പിന്നെ നമ്മളൊരാൾ കൈ കൊണ്ട് അടിച്ചു കൊടുക്കണോളെ ഓള് തപ്പട്ടൽ ഞാനോ അപ്പൊ ഞാനോ അപ്പൊ ഞാനോ അങ്ങനെ ഗായ്സ് നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാക്കണേ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ചിഞ്ചുവിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടെ നിങ്ങൾക്ക് ആണുങ്ങൾ രണ്ടാളില്ലേ, പിന്നെ നിങ്ങൾ അസിസ്റ്റന്റ് സോനും ഉണ്ട്. എന്നോട് കൂട്ടാനും കൊണ്ടുവന്നേരായിരുന്നു. അപ്പൊ ഞാൻ എവിടെ എത്തി വെച്ചു മലപ്പുറത്തുനിന്ന് പോരാണായിരുന്നു. പിന്നെ ഞങ്ങളെന്നെ കൂട്ടാൻ വെച്ചാടുന്ന് തിന്നോണ്ടിങ്ങനെ ഒരു ഇട്ടറിഞ്ഞൊരു വർത്താനം. അല്ല മലപ്പുറത്ത് നിന്ന് വന്നിട്ട് എപ്പോഴാ ഞാൻ ഉച്ചക്ക് കൂട്ടാണ്ടാക്കുക. എന്നിട്ട് ഞാൻ ഒഴിച്ചാണ്ട് ഇജ കൊണ്ടേ കൊടുക്ക്, അല്ലെങ്കിൽ ഒരു ഉച്ചക്ക് അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേദന കൊണ്ടേ കൊടുക്കാറ്. അപ്പൊ ഉമ്മ എങ്ങോട്ട് പോയത്? ഓല് മറ്റേ ഇണ്ണി കുഞ്ഞമ്മനെ കാണാം. ഇണ്ണി കുഞ്ഞമ്മക്ക് ആക്സിഡന്റ് ആയിക്കണം. എന്ത് റോഡ് വില കുറഞ്ഞപ്പോ ഒരു വണ്ടി എന്നതാക്കിയതാണ്. എന്താ പറ്റിക്കണേ? കാലിന്റെ താഴെ ചെറിയൊരു മുറി. വലിയ സീരിയസ് ഒന്നല്ലോ. എന്തോ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു, വേദന എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സീരിയസ് ഒന്നല്ലല്ലോ, ഹോസ്പിറ്റലല്ലോ? ഹോസ്പിറ്റലല്ലേ, കാരണം പെരയിലല്ലേ. എന്താ കുരക്കണേ? ഞാന് മറ്റേ മുളക് ചുട്ടിട്ട് ഇന്ന് ലൈവ് ഉണ്ട് കേട്ടോ, രാത്രി 8 മണിക്ക് വരെ ഉണ്ട്. നിങ്ങള് പകുതിക്കന്ന് ഉമ്മ പോകുകയാണ് അറിഞ്ഞൊന്നും ഡിമാൻഡ് ആക്കിയ പിന്നെ ഞാൻ ഇതാക്കൂല. നമ്മളതിന് അടിയുറച്ച വിശ്വാസത്തിൽ വരുന്ന ആൾക്കാരുള്ള എടുക്കുള്ളൂ. വൈകുന്നേരം വരെ കേട്ടോ. അംഗനവാടിന്നോ കൊണ്ടുവരേണ്ടി വരും. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഞങ്ങട്ടേൽ പോയാൽ വിളിച്ചു പറയണം. അപ്പോൾ ഗായ്സ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് തറവാട് നോക്കാനിപ്പോൾ ഞാൻ തന്നെ നിൽക്കണം എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ. പിന്നെ അപ്പോൾ മിഞ്ഞാന്നത്തെ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും ഏറ്റവും നല്ല കമൻ്റ് അടിച്ച ആൾക്കുള്ള കമൻറ്റ് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ വന്നിട്ട് എന്ത് ചെയ്യണം, മെസ്സേജ് ആക്കണം. കമൻറ്റ് പിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഐ ഡി അതാണെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നമ്മൾ അൻഷിഫ് മൂനിക്ക എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരിക. ഓക്കെ, അഡ്രസ്സ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് 10 കൊപ്പ അയക്കുക.
10 ആക്കോ അല്ലെ 5 ആക്ക് ഒപ്പാണ് അയക്കുന്നത്. നമുക്ക് ഡെയിലി ഇങ്ങനെ DTDCയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ മറക്കണ്ട, അന്തം മുട്ട പരിപാടിക്ക് നിൽക്കണ്ട, വേഗം പോയിട്ട് നമ്മളെ ബ്ലോഗിലൊക്കെ പോയിട്ട് നല്ല നല്ല കമൻറ്റ് ഇട്ടോളി. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് നമ്മൾ പിൻ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെയാണ് കളി. അപ്പോൾ എല്ലാവരും പോയിട്ട് പിൻ ചെയ്തു കമൻറ്റ് ചെയ്തോളി. ഇഷ്ടപ്പെട്ട കമൻറ്റ് പിൻ ചെയ്യും. മാക്സിമം നല്ല നല്ല കമൻറ്റ് ഇടുക, പോസിറ്റീവ് കമൻറ്റ് ഇടുക. ഓക്കെ, ലൈക്ക് നിർബന്ധമാണ്. പിന്നെ 2 ഗ്രൂപ്പൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി ഉഷാറായി. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ മറക്കണ്ട. അപ്പോൾ അൻഷിഫ് മൂനിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വിജയിപ്പിക്കൂ. ജനകോടികളെ ഉലർത്തിയ സ്ഥാപനം അൻഷിഫ് മൂനിക്കൽ. ഞാൻ ചിക്കൻ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരാൻ വന്ന്, എന്നിട്ട് മീൻ വാങ്ങിക്കണല്ലോ അല്ലേ? ചിക്കൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, ഞാൻ തറവാട്ടിൽ കൊടുത്തു. ആരേനി ഒരു മൂലയിൽ പോകണ്ടല്ലോ, കൊടുത്തില്ല. എന്നിട്ട് എത്ര കൊടുത്ത്? കുറച്ച് അടുത്തേക്ക് വന്ന് പറ. ഞാൻ വെല്ലടിച്ചപ്പോഴേ ആ ഗ്യാപ്പ് കൂടെ ഞാൻ നോക്കിയപ്പോ ഞാൻ വെള്ള ഡ്രസ്സ് ടപ്പിച്ച് തോന്നി മോലിയരാണെന്ന്. ഞാൻ പൈസ എടുത്തുങ്ങാണ്ട് കൈ പിടിച്ചുങ്ങാണ്ട് പോന്നു. നീ ഉള്ളു കൈനായിട്ട് പോണ്ടല്ലേ കണ്ട് കൈ പിടിച്ചുകാണ്ട് പോന്നതില് മൂപ്പര് ഇങ്ങനെ നബിമാരെ പേരാണ് പറഞ്ഞുകൊണ്ട് ഒരു ചാർട്ട് ഇങ്ങനെ തന്നെ. അത് വന്നപ്പോൾ ഇങ്ങോട്ട് 40 ഉറുപ്പിയിൽ കുറയാതെ എന്തേലും തരാ. കറക്റ്റ് 40 ഉറുപ്പിക. ഞാൻ കറക്റ്റ് അവിടെ 40 ഉറുപ്പിക ഉള്ളു ചില്ലറ ആയിട്ട്. പിന്നെ അതെടുത്ത് കണ്ട് പോന്നിക്കുന്നു. 500,000 കൊടുക്കരുത് കേട്ടോ. ഇല്ലല്ലോ ഇവിടെ അല്ലേ കൊടുക്കാൻ. അപ്പം എന്നായിക്കോട്ടെ ഗൈസ്, ഞങ്ങളൊക്കെ അങ്ങനെ പിരിവ് കൊടുക്കുന്ന ആൾക്കാരാട്ടോ. ഇനി ആ കരുതിയാണ് ഞാൻ തമാശ പറയുന്നതാണ്. ഞാൻ 500,000 ഞാൻ മറന്നു പോകുന്നതാ. ഞാൻ പോട്ടെ, ചെക്കന്മാരുടെ ആടെ എന്നായിക്കോട്ടെ കേട്ടോ. അപ്പം ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോൻ്റെ പ്രത്യേകത അറിയാമല്ലോ കുഞ്ഞോക്ക് അറിയോ? ഇന്നെടുത്ത വീഡിയോ, ഇപ്പം എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് കുറച്ച് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ എടുത്ത വീഡിയോ ആണിത്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 1:30-2 മണിയാകുന്ന നേരത്താണ്. 2:30-3 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുകയാണ്. അതാണ് നമ്മുടെ വ്ളോഗിൻ്റെ പ്രത്യേകത, ഫ്രഷ് വീഡിയോ. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അൻഷിഫ് മൂനിക്കൽ യൂട്യൂബ് ചാനൽ, ജനകോടികളെ ഉലർത്തിയ സ്ഥാപനം. ഓക്കെ ഗായ്സ്.